ജീവിത അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മോളായി ആ പൊന്നാര മോളായി ജീവിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ച അച്ചടക്കം എത്ര വലുതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്ത ജീവിത രീതി അത് എല്ലാവർക്കും മാതൃകയല്ലേ. ബീവി ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹത്തിന്റെ സമയമാവുകയാണ്. അതാ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് മുത്തു റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുകയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളും കാണിച്ച ജീവിതം വലിയ ലോകത്തിന് മാതൃകപരമായ ഒരു കുടുംബ ജീവിതമാണ്. പക്ഷേ ഒരു ദിവസം അലിയാർ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തകൃതിയായി വീട്ടു ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മക്കളായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിപ്പിക്കുന്നു, അവരുടെ തല ചീകി കൊടുക്കുന്നു, തല തോർത്തി കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ്. എല്ലാ മക്കളെയും ഉമ്മമാര് ചെയ്യും പോലെ ആ മക്കളെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, തല ചീകി കൊടുക്കുന്നു. അലിയാർ തങ്ങളെ കണ്ട ഭാവം പോലും ഫാത്തിമ ഉമ്മ നടിച്ചില്ല. അപ്പോഴേക്കും അലിയാർ തങ്ങൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ട്. പതിവിന് വിപരീതമായി ഞാൻ വരുമ്പോ എന്നെ വാരിപ്പുണർന്ന് എന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് എന്നെ സ്വീകരിക്കുന്ന ഫാത്തിമ എന്തേ ഇന്ന് ഫാത്തിമ എന്തേ ഇങ്ങനെയെന്ന് ചിന്തിക്കുകയാണ് അലിയാർ തങ്ങള്. അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ എന്നോടെന്തേ മിണ്ടാത്തത്? ഞാനിതാ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, നിങ്ങളെ കൂട്ടാൻ തയ്യാറല്ല, ഞാൻ ഒറ്റക്കുള്ള ഒരു യാത്രയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, അല്ലയോ ഫാത്തിമ, ആ യാത്ര കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു വരിക? ഇല്ല, ഞാൻ ഖിയാമത്ത് നാൾ വരെ ഞാൻ മടങ്ങി വരൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ അലിയാർ തങ്ങൾക്ക് വല്ലാത്തൊരു മാനസികമായ വിഷമം അനുഭവിക്കുകയാണ്. അതേ, എന്താണ് ഫാത്തിമ ഇങ്ങനെ പറയാനുള്ള കാരണം? കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർത്തുകൊണ്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടു. ഒരുപാട് കാലമായി ബാപ്പാനെ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ആ ബാപ്പാനെ കാണാനുള്ള പൂതി എന്നിലുണ്ട്. ഇതെന്ന് കേട്ടപ്പോ അലിയാർ തങ്ങൾ കരയാൻ തുടങ്ങി. കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർക്കുകയാണ്. ആകാശങ്ങൾ കറുത്തു പോവുകയാണ്. അതേ, തന്റെ ജീവനേക്കാൾ പ്രണയിച്ച പ്രിയപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നേക്കുമായി തന്നിൽ നിന്ന് യാത്ര പോവുകയാണല്ലോ. അലിയാർ തങ്ങൾ വിതുമ്പി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ലയോ ഫാത്തിമ, എല്ലാവരും പിരിയേണ്ടത് തന്നെയാണ്, പക്ഷേ നീ പോയാൽ എനിക്കാരാണ്? ഞാൻ ഒറ്റക്കായി പോകുമല്ലോ, നീ അല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഫാത്തിമ? എനിക്ക് മക്കളെ സമ്മാനിച്ചത് ഫാത്തിമയല്ലേ? കൊടും ദാരിദ്ര്യത്തിന്റെ പരിഭവങ്ങൾ പറയാതെ എന്റെ അടുക്കൽ പിടിച്ചു നിന്നത് ഈ പുന്നാര ഫാത്തിമയല്ലേ? അങ്ങനെ എല്ലാ നിലക്കും ഒരു ഭർത്താവിനെ എങ്ങനെയെങ്ങ് സ്നേഹിക്കണമെന്നും പരിചരിക്കണമെന്നും എനിക്ക് കാണിച്ചു തന്ന ഫാത്തിമ, നിങ്ങൾ പോയാൽ പിന്നെ എനിക്ക് ആരാണെന്ന് പറഞ്ഞ് കരയുകയാണ് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.
അല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ച വേദനയുടെ ദുഃഖത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അപ്പോഴും യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. മക്കളെ രണ്ടുപേരെയും വിളിച്ച് മടിയിരുത്തി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാര മക്കള് സയ്യിദുനാ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ മുഖത്ത് തലോടുന്നു, തലയിൽ തലോടുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കളുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങാനായി എന്ന ആ വലിയ സന്ദേശം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി എന്നേക്കുമായുള്ള യാത്രയാണ്. പൊന്നാര മക്കളെ പിരിഞ്ഞു പോകാനുള്ള ഒരു യാത്രയിലാണ്. മക്കളെ ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്നു, നെറ്റിത്തടത്തിൽ മുത്തുന്നു, കവിൽത്തടത്തിൽ ചുംബനം കൊടുക്കുകയാണ്. ആകപ്പാടെ ആ വീടിന്റെ അകത്തളങ്ങളിൽ ഒരു വല്ലാത്ത മൂഖത, ഒരു വല്ലാത്ത വേദന തളം കെട്ടി നിൽക്കുകയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാതെ വേദനിക്കുന്നു. കവിൽ തടത്തിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഫാത്തിമ പോവുകയാണല്ലേ, നാളെ ഉപ്പാനെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും ആ ഉപ്പയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയണേ മോളെ ഫാത്തിമ. ജീവിതത്തിന്റെ ഈ ഇടപാടുകളിൽ, ജീവിതത്തിന്റെ ഈ ബന്ധങ്ങളിൽ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങള് ഫാത്തിമ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അലിയാര് തങ്ങൾക്ക് പുറത്തു തരണേ ഫാത്തിമ. എത്ര വേദനയോടെയായിരിക്കും, എത്ര വിഷമത്തോടുകൂടെയായിരിക്കും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലിയാര് തങ്ങളത് പറയുന്നത്. അല്ലാ സഹിക്കാൻ കഴിയുമോ? മരണം മുന്നിൽ കണ്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന വർത്തമാനങ്ങളാണ്. ഫാത്തിമ, നിങ്ങളുടെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഫാത്തിമ. എന്നെ പറ്റി ഉപ്പാനെ കാണുമ്പോ പരാതി പറയരുതേ ഫാത്തിമ. ഞാനൊരു പാവമാണ്, എല്ലാം പൊറത്തു തരണേ ഫാത്തിമ എന്ന് പറഞ്ഞ് അലിയാര് തങ്ങൾ പിന്നെയും വിതുമ്പുകയാണ്. കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴുകുകയാണ്. മഹ്ശറ വൻസഭയിലെത്തുമ്പോ നന്മകളില്ലാതെ ഈ പാവപ്പെട്ട ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെ പരിഗണിക്കാൻ മുത്തു റസൂലുള്ളാഹി തങ്ങളോട് പറയണേ ഫാത്തിമ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷേ വിനയം നോക്കൂ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്കെല്ലാം ചിന്ത, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ് എന്നാണ് അലിയാര് തങ്ങൾ പറയുന്നത്. മഹ്ശറ വൻസഭയിലെത്തുമ്പോൾ ഞാനൊരു പാവമാണ് ഫാത്തിമ, എന്നെ പരിഗണിക്കണേ ഫാത്തിമ, എന്നെ കൈപിടിക്കണേ ഫാത്തിമ. ഈ പാപത്തെയും ഒന്ന് പരിഗണിക്കാൻ വേണ്ടി മുത്തു റസൂലുള്ളാഹി തങ്ങളോടൊന്ന് പറയണേ ഫാത്തിമ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടുന്ന ഈ വാക്കുകൾ പറഞ്ഞ് അലിയാര് തങ്ങൾ പിന്നെയും കരയുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണിലൂടെയും കണ്ണുനീരുകൾ വരികയാണ്, കണ്ണുനീരുകൾ നിർഗളിക്കുകയാണ്. അലിയാര് തങ്ങളോട് വളരെ വേദനയോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളെ, ഞാൻ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ നിങ്ങൾ എന്നെ കഫൻ ചെയ്യണേ, മറമാടുന്നതും നിങ്ങൾ തന്നെയായിരിക്കണേ. വേറൊരാളെ കൊണ്ടും എന്റെ ആ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കരുതേ.
ഞാൻ മരിച്ചാൽ എന്റെ മക്കള് ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വല്ലാതെ വേദനിക്കും, വിഷമിക്കും. അതുകൊണ്ട് അവരെ പ്രത്യേകം പരിഗണിക്കണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. അലിയാർ തങ്ങളെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ അങ്ങേക്ക് പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലും കുറവ് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലയോ അലിയാർ തങ്ങളെ, എനിക്ക് പൊറുത്തു തരണേ, എനിക്ക് മാപ്പ് ചെയ്യണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് അലിയാർ തങ്ങളെ മുന്നിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വേദന പറയുകയാണ്. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്റെ പൊന്നാര മക്കളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ഒരിക്കലും മടിക്കരുതേ, തല്ലരുതേ. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എന്റെ പാത്രത്തിൽ ഒരു വെള്ളക്കടലാസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളക്കടലാസ് നിങ്ങൾ എടുത്തുകൊണ്ടുവരണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മറമാടുമ്പോൾ എന്റെ ഖബറിലേക്ക് ആ വെള്ളക്കടലാസ് വെക്കണേ. ഒരിക്കലും ആ കടലാസിലേക്ക് നിങ്ങൾ നോക്കരുത്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലിയാർ തങ്ങൾക്ക് ആഗ്രഹമായി, എന്താണ് ഫാത്തിമ കടലാസിലുള്ളത്, ഒന്ന് പറഞ്ഞു തരുമോ, എനിക്ക് ആഗ്രഹമുണ്ട്. അലിയാർ തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്നോട് മുത്തു റസൂലുള്ള പറഞ്ഞു, 400 ദിർഹമിന് അലിയാർ തങ്ങൾക്ക് നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ണെന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങളാകുന്ന എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് തൃപ്തിയാണോ ഫാത്തിമ? അപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മറുപടിയാണ്, എനിക്ക് അലിയാർ തങ്ങൾ തൃപ്തിയാണ്, പക്ഷേ എനിക്ക് ദിർഹം വേണ്ട. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, സ്വർഗ്ഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അല്ലാഹു മഹറാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ മഹറിനെ മോഹിച്ചില്ല, ദുനിയാവിനെ സ്വർണത്തിന് മോഹിച്ചില്ല, ദുനിയാവിലെ ആഡംബരങ്ങൾ മോഹിച്ചില്ല. അതേ, നിങ്ങൾ എനിക്ക് ദിർഹം വേണ്ട, എനിക്ക് അലിയാർ തങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, സ്വർഗ്ഗവും അതിലുള്ളതെല്ലാം ഫാത്തിമ ബീവിക്ക് മഹറാക്കിയിരിക്കുന്നു. മാഷാ അല്ലാഹ്. എന്നിട്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് തൃപ്തിയായില്ല. ഫാത്തിമ ബീവി പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടി മുത്തു റസൂലുള്ളാഹി തങ്ങളോട് വളരെ സൗമ്യമായി ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് മോളെ ഫാത്തിമ. എന്താണ് മോളെ ഫാത്തിമ? പറഞ്ഞോളൂ. ഉപ്പാ, എനിക്ക് അങ്ങയുടെ ഉമ്മത്തിന്റെ ശഫാഅത്ത് എനിക്കൊന്ന് ഉറപ്പ് തരണം ബാപ്പാ. ബാപ്പയും ആഗ്രഹിക്കുന്നത് അതാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെയും ഒരു പേപ്പറുമായി വന്നു, ഒരു കടലാസുമായി വന്നു. എന്നിട്ട് ഉമ്മത്തിന് ശഫാഅത്തുണ്ട് എന്ന് ആ കടലാസിൽ എഴുതി കൊടുക്കുകയാണ്. ആ കടലാസാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കണമെന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് ജീവിതകാലത്ത് തന്നെ ഈ ഉമ്മത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നത്. അതുകൊണ്ട് ഞാൻ മഹ്ശറാവൻ സഭയിൽ ഞാൻ വരും, അല്ലാഹുവിന്റെ മുന്നിൽ ഞാനത് സമർപ്പിക്കുമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഉപ്പക്ക് ഒത്ത മോളല്ലേ,
ഉപ്പ ഉമ്മത്തിനെ സ്നേഹിച്ചു, ആ മകളും ഉമ്മത്തിനെ സ്നേഹിച്ചു. മഷറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോ രത്തോരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈപിടിക്കണം ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, അതേ നിങ്ങളാരും ഇനി എന്റെ റൂമിലേക്ക് വരരുതേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിർദ്ദേശം കൊടുക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സിറാത്ത് കടക്കുന്നത് വരെ നിങ്ങളെല്ലാവരും കണ്ണുകൾ അടക്കണേ. ജീവിതകാലത്ത് അത്രയും അവരെ സൂക്ഷിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണുകളൊന്ന് അടക്കണേ എന്ന് ഫാത്തിമ ബീബി സിറാത്ത് പാലം വിട്ട് കിടക്കുന്ന സമയത്ത് മലക്കുകൾ വിളിച്ചു പറയുമത്രേ. ഫാത്തിമ ബീവി എന്നിട്ട് പറയുകയാണ്, ഇനി ആരും എന്റെ റൂമിലേക്ക് വരരുത്, ഞാനിതാ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, സ്വലാത്ത് ചൊല്ലി കിടക്കുകയാണ്. മുത്തു റസൂലുള്ള പറഞ്ഞ ഉപയോഗിച്ച സുഗന്ധവും പുരട്ടിയിട്ട് ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നാഥനായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ചരിത്രം കരഞ്ഞ നിമിഷമല്ലേ, ഭൂമി വിറങ്ങലിച്ച സമയമല്ലേ, ആകാശം കറുത്തിരുണ്ട് പോയ സമയമല്ലേ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അതേ അല്ലാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് റൂഹ് പിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നാഥനായ റബ്ബിന്റെ അടുക്കലേക്കുള്ള യാത്ര ആരാണ് യാത്ര പോകുന്നത്? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഉമ്മ ബീവി ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ അതേ സൗന്ദര്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ നടപ്പ്, റസൂലുള്ളാഹിന്റെ അതേ ശൈലി, എല്ലാം ഒത്തിണങ്ങിയ പൊന്നാര മകള് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്നും അറിയുന്നില്ല. അവര് വന്നിട്ട് ഉമ്മാനോട് പറയുന്നു, ഉമ്മാ ളുഹാ നിസ്കാരത്തിന്റെ സമയമായി ഉമ്മാ, ഒന്ന് എഴുന്നേൽക്കണേ ഉമ്മാ.
ഉമ്മ അല്ലാഹുവിലേക്ക് യാത്രയായതറിയാതെ പിന്നെയും ഫാത്തിമ ഉമ്മയെ വിളിക്കുകയാണ്. ആ പൊന്നാര രണ്ട് മക്കളെ ഒരുപാട് തവണ വിളിച്ചിട്ടും വരാതിരിക്കുമ്പോൾ കൂടെയുള്ളവരെല്ലാവരും കരയുന്നത് കണ്ടപ്പോൾ അപ്പയായ അലിയാര് തങ്ങൾ വേറൊരു ഭാഗത്തുനിന്ന് കരയുന്നത് കണ്ടപ്പോ ആ പൊന്നാര മക്കൾക്കും മനസ്സിലായി എന്റെ ഉമ്മ നമ്മുടെ ഉമ്മ എന്നേക്കുമായി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കരയുകയാണ് സയ്യിദുനാ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ വഫാത്ത് താങ്ങാൻ ആ മക്കൾക്ക് കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബീവി സയ്യിദ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വലിയ പാഠങ്ങളും അവരുടെ ജീവിതത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അവര് ജീവിച്ച കാണിച്ചു തന്ന ആ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയട്ടെ, നമുക്ക് സാധിക്കട്ടെ. അതിനല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കുകയാണ് നമ്മള്, അനുസ്മരിക്കുകയാണ് നമ്മള്. ആ ഉമ്മയുടെ പേരിലാണ് നമ്മൾ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തത്. അല്ലാഹുവേ, അതിന്റെ ബറക്കത്ത് കൊണ്ട്, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നല്ല ഈമാനുള്ള നല്ല മരണം നീ തരണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലിയാര് തങ്ങളോട് പറഞ്ഞ കാര്യമാണ് അലിയാര് തങ്ങൾ ഇങ്ങനെ ഓർക്കുന്നത്. അലിയാര് തങ്ങളെ നാളെ സ്വർഗത്തിലും ഫാത്തിമ നിങ്ങളുടെ ഭാര്യയാണ് അലിയാര് തങ്ങളെ. അലിയാര് തങ്ങൾക്ക് അതിങ്ങനെ ഓർത്തിട്ട് ആ ഒരു സന്തോഷത്തില് അലിയാര് തങ്ങളതാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് പരിപാലനം നടത്തുകയാണ്. ജീവിതകാലത്ത് ഒരു അന്യ പുരുഷനും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഔറത്ത് കണ്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. പ്രിയമുള്ളവരെ, മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മാതൃകയാണ്, നമുക്ക് മാതൃക. അതിനേക്കാളും വലിയൊരു മാതൃക നമുക്ക് വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഈമാനോടുകൂടെ ജീവിച്ച്, നല്ല ഈമാനോടുകൂടെ മരിച്ച്, നല്ല ഈമാനോടുകൂടെ ഖബറിൽ അകം കടന്ന് ഈമാനോടുകൂടെ ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ച് അശ്ശറാ വൻസബയിലെത്തി സ്വർഗത്തിലേക്ക് യാത്രയാക്കപ്പെടുന്ന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അവസരം ലഭിക്കുന്ന നല്ലവരായി നമ്മുടെ ഉമ്മമാരെയും സഹോദരിമാരെയും നീ പെടുത്തണേ അല്ലാ. നമുക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഞാൻ ഞെട്ടിക്കൊണ്ടു പോകുന്നില്ല.